യെസ്, പ്രിയ പ്രേക്ഷകരെ, ഇന്നലത്തെ വാർത്താ ദിനത്തിൽ സുധാകരൻ എന്ന പേരായിരുന്നു കേരളം മുഴുവൻ നിറഞ്ഞു നിന്നത്. ആ പേര് നിറഞ്ഞു നിൽക്കാൻ കാരണം ജി സുധാകരൻ എന്ന ആലപ്പുഴയിലെ തലയെടുപ്പുള്ള നേതാവ് CPIM വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നതായിരുന്നു കാരണമെങ്കിൽ ഇന്നിതാ വീണ്ടും സജീവമായ ഒരു ചർച്ചയിലേക്ക് വരുന്നത് മറ്റൊരു സുധാകരനാണ്. അത് പക്ഷേ ജി സുധാകരനല്ല, അത് കോൺഗ്രസിലെ സുധാകരൻ ആണ്. MP-മാർ മത്സരിക്കേണ്ട എന്ന AICC നിലപാട് ആവർത്തിക്കുന്നതിനിടെ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വരികയാണ് കെ സുധാകരൻ. കണ്ണൂർ തന്റെ ഹൃദയരക്തവും മേൽവിലാസവുമാണ്. തന്റെ കൈപിടിച്ച് പ്രവർത്തിച്ചവരും വളർന്നവരും ആണ് കണ്ണൂരിലെ നേതാക്കൾ. കടന്നു വന്ന കനൽ വഴികൾ മറ്റുള്ളവർക്ക് മറക്കാൻ ആകുമെങ്കിലും തനിക്ക് മറക്കാനാകില്ല എന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. കടുത്ത അതൃപ്തിയുള്ള സുധാകരൻ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർക്ക് മുന്നറിയിപ്പുമായാണ് കെ സുധാകരന്റെ ഈ FB പോസ്റ്റ്. പാർട്ടി തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് കെ സുധാകരൻ പറഞ്ഞതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ സജിത്തിലേക്കാണ് പോകുന്നത്. സജിത്ത്, കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കണ്ണൂരിൽ താൻ സ്ഥാനാർത്ഥിയായിരിക്കുമോ എന്നതിന് ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു സുധാകരൻ. പക്ഷേ ഇപ്പോഴിതാ ഈ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു സംസ്ഥാന നേതൃത്വവും. അതിന് ഹൈക്കമാൻഡ് പച്ചക്കൊടിയും കാണിക്കുന്ന സാഹചര്യമെങ്കിൽ അവിടെ മത്സരരംഗത്ത് നിന്ന് സുധാകരനും മാറി നിൽക്കേണ്ടതായി വരുന്നു. ആ കടുത്ത അതൃപ്തിയല്ലേ സുധാകരൻ വ്യക്തമാക്കുന്നത്? എത്രത്തോളം വലിയ പ്രതിസന്ധിയാണിതിപ്പോൾ കോൺഗ്രസ് സൃഷ്ടിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും അതായത് കോൺഗ്രസിനകത്ത് തർക്കമാണ്. സുധാകരൻ കടുത്ത അതൃപ്തിയിലാണ്. പ്രത്യേകിച്ച് സുധാകരൻ നിയമസഭയിൽ സീറ്റ് വേണമെന്ന ഉറച്ച നിലപാടിലാണ്. ആ ഒരു ഉറപ്പിലാണ് അദ്ദേഹം ഡൽഹിക്ക് വണ്ടി കയറിയത്. പക്ഷേ ഡൽഹിയിൽ ചർച്ചകളിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടുകൂടിയാണ് സുധാകരൻ അതൃപ്തിയുമായി ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാതെ കൂടിയാണ് സുധാകരൻ നാട്ടിലേക്ക് മടങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. കടുത്ത വിയോജിപ്പിലാണ് സുധാകരൻ. അതിന് തൊട്ട് പിന്നാലെയാണ് അല്പം മുമ്പ് സുധാകരൻ ഫേസ്ബുക്കിൽ തൻ്റെ വൈകാരിക കുറിപ്പ് പ്രകടമാക്കുന്നത്. താൻ കനൽ വഴികൾ താണ്ടി വന്ന ഇടമാണ് കണ്ണൂർ. കണ്ണൂർ തനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. കുടുംബത്തെ മറന്നാലും തനിക്ക് കണ്ണൂരിനെ മറക്കാനാവില്ല എന്ന കാര്യമാണ് സുധാകരൻ പറയുന്നത്. ഒപ്പം ഉള്ള ഒരു കാര്യം കൂടി, തൻ്റെ കൈപിടിച്ചു വന്നവരോ തനിക്കൊപ്പം വളർന്നു വന്നവരോ ആണ് കണ്ണൂരിലുള്ള പലരും. സണ്ണി ജോസഫിനെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. പക്ഷേ അവരൊക്കെ കണ്ണൂരിനെ മറന്നാലും തനിക്കത് മറക്കാനാവില്ല. താൻ എന്നും എക്കാലവും കണ്ണൂരിനൊപ്പം ത്രിവർണ്ണ പതാകയുമായി ഉണ്ടാകുമെന്ന ഉള്ളടക്കത്തോടെയുള്ള വളരെ വിശദമായൊരു കുറിപ്പാണ് കെ സുധാകരൻ പങ്കുവയ്ക്കുന്നത്. സുധാകരൻ തൻ്റെ കണ്ണൂർ സ്നേഹം പ്രകടമാക്കുന്നതിന് പിന്നിൽ മറ്റൊന്നുമല്ല, കണ്ണൂരിൽ MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുക, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന തൻ്റെ ആവശ്യം കൂടിയാണ് ഒന്നുകൂടി ശക്തമായി സുധാകരൻ ഉന്നയിക്കുന്നത്. പാർട്ടിയുമായി ഉടക്കി തന്നെ എന്ന് തന്നെയാണ് സുധാകരൻ്റെ നിലപാട്. സുധാകരനെ അനുനയിപ്പിക്കാൻ വലിയ നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫലം കണ്ടിട്ടില്ല. സുധാകരൻ ഉടക്കിൽ തന്നെയാണ്. സുധാകരൻ്റെ വാദം ഇതാണ്: തന്നെ KPCCയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, സീറ്റ് നൽകാം എന്ന ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് എന്തുകൊണ്ട് പാലിക്കപ്പെടുന്നില്ല എന്ന ചോദ്യമാണ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഉറപ്പ് പാലിക്കപ്പെടണം. അതുകൊണ്ട് കടുത്ത നിലപാടിൽ തന്നെയാണ് സുധാകരൻ. കഴിഞ്ഞ ദിവസം തന്നെ സുധാകരന് സീറ്റ് ഉണ്ടാവില്ല എന്ന സൂചന വന്നപ്പോൾ തന്നെ സുധാകരനൊപ്പം നിൽക്കുന്ന അണികൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അവർ കൂടുതൽ ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെ സുധാകരൻ തന്നെയാണ് എതിർത്തത്. എന്തായാലും MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് വരുന്നതോടുകൂടി ആ നീക്കം ഒന്നുകൂടി പരസ്യമാകുമോ? അങ്ങനെയെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധിയായിരിക്കും ചെറുതല്ലായി വരിക. എന്തായാലും ഡൽഹി ചർച്ചകൾ തൽക്കാലം വഴിമുട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നതാണ് അവസ്ഥ. കാരണം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. എന്തുകൊണ്ട് MP-മാർ, അതായത് നമുക്കറിയാം സംസ്ഥാനത്തെ ചില MP-മാർക്കെങ്കിലും ഇളവ് നൽകണം എന്നൊരു ആലോചന കോൺഗ്രസിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ചില മണ്ഡലങ്ങളുടെ സാഹചര്യമാണ്. ഉദാഹരണമായി കോന്നി, അവിടെ അടൂർ പ്രകാശ് വന്നാൽ മാത്രം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് അടൂർ പ്രകാശ് ഒരുപക്ഷെ അവിടെ വരണം. കാരണം നിയമസഭയ്ക്കാണല്ലോ കൂടുതൽ സാധ്യത നൽകേണ്ടത്. ഇതാണ് കോൺഗ്രസ് ആലോചിച്ചത്. പക്ഷേ അപ്പോൾ MP-മാർക്ക് ഇളവ് നൽകുന്ന സാഹചര്യം വരും. അതായത് അടൂർ പ്രകാശിൻ്റെ ഒരു ഇളവ് തന്നാൽ അത് കൂടുതൽ MP-മാരിലേക്ക് ഇളവ് പോവേണ്ടി വരും. അവിടെ കെ സുധാകരനെ പരിഗണിക്കേണ്ടി വരും, MK രാഘവനെ പരിഗണിക്കേണ്ടി വരും, കൊടിക്കുന്നിൽ സുരേഷിന് പരിഗണന കൊടുക്കേണ്ടി വരും. ഒടുവിൽ KC വേണുഗോപാൽ അടക്കം മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ വലിയ ആശയക്കുഴപ്പം MP-മാരിൽ ഒരാൾക്കെങ്കിലും ഇളവ് നൽകിയാൽ ഉണ്ടാകുമെന്ന ആലോചനയിലേക്കാണ് ഒടുവിൽ ഹൈക്കമാൻഡ് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് കെ സുധാകരനും സാധ്യതയില്ലാതെ പോകുന്നത്. അവിടെയാണ് സുധാകരൻ ഉടക്കിയിരിക്കുന്നത്. കടുത്ത വിയോജിപ്പും നീക്കങ്ങളുമായിട്ടാണ് സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പാർട്ടി തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്ന് സുധാകരൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് സണ്ണി ജോസഫ് അല്പസമയം മുമ്പ് ഡൽഹിയിൽ തന്നെ പ്രതികരിച്ചത്.
പക്ഷേ സുധാകരൻ കടുത്ത നീക്കത്തിൽ തന്നെയെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൻ്റെ തന്നെ സൂചന. കണ്ണൂർ തൻ്റെ മേൽവിലാസമാണ്, താൻ അറിയപ്പെട്ടത് CPM രാഷ്ട്രീയത്തിനെതിരെ എന്നും എക്കാലവും സമരം ചെയ്തു വന്ന ഇടം കണ്ണൂരാണ്. കോൺഗ്രസ് പാർട്ടിയിലെ തൻ്റെ ഇടം പോലും ഉണ്ടാക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് ഇന്ന് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, ഈ സണ്ണി ജോസഫ് കെ സുധാകരൻ്റെ തൊട്ട അനുയായി എന്നറിയപ്പെട്ടിരുന്ന ആളാണ്. കെ സുധാകരൻ്റെ നോമിനിയായി പിന്നീട് KPCC അധ്യക്ഷ പദവിയിലേക്ക് പോലും വന്ന വ്യക്തിയാണ്. സണ്ണി ജോസഫിൻ്റെ പേര് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കെ സുധാകരനെ മാറ്റി നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായതുപോലും. അപ്പോൾ അങ്ങനെ അനുയായിയായിട്ടുണ്ടായിരുന്ന സണ്ണി ജോസഫിനെ കൂടി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കെ സുധാകരൻ വരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഒരു വലിയ പ്രതിസന്ധി ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ രൂപപ്പെടുകയാണ്. തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയാകുന്നത്. പ്രത്യേകിച്ച് കെ സുധാകരനെ പോലെയുള്ള ആൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വരുമ്പോൾ അത് കൃത്യമായ സന്ദേശവും മുന്നറിയിപ്പുമാണ് നൽകുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡൽഹിക്ക് പുറപ്പെടും മുമ്പ് ആവർത്തിച്ചിരുന്നു താൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകും എന്നത്. തിരികെ എത്താം ഈ വാർത്തയിലേക്ക്. അതായത് എന്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പരിശോധിക്കുന്നതിന്, അതിൻ്റെ തുടർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ കൃത്യമായി എന്തായിരുന്നു സുധാകരൻ പറഞ്ഞു വെച്ചത്, ആ വാക്കുകൾ കൂടി. സ്ക്രീനിംഗ് കമ്മിറ്റി നാളെ നടക്കുകയാണ്. കണ്ണൂരിൽ മത്സരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ അവസാന നിമിഷം ഉണ്ടോ? 110% മത്സരിക്കും. ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. 110% താൻ മത്സരരംഗത്തുണ്ടാകും. മത്സരിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.